ആൾ ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് ലിവർപൂൾ സൈഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആളിവിടെ ഞങ്ങളുടെ കല്യാണം October 17 ലാസ്റ്റ് ഇയർ കഴിഞ്ഞതാണ്. ബട്ട് നാട്ടിലത്തെ ചടങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ചെയ്യാൻ വന്നിട്ട് ഇപ്പോൾ 3 ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് എൻഡിങ് ഇന്ന് വെഡ്ഡിങ് ആയിരുന്നു. അപ്പോൾ അത് ചെയ്യാനായിരുന്നു. ഇത് ഇവിടെയായിരുന്നു നടന്നത്. എല്ലാവരും വന്നതിന് താങ്ക് യു. അത് നല്ലൊരു ഫങ്ഷനായിരുന്നു. സോ ഹാപ്പി. വി ബോത്ത് ആർ സോ ഹാപ്പി. ലവ് മാരേജ് ആണ്. 1.5 വർഷം കഴിഞ്ഞു. ടീം ലീഡറാണ്. നെറ്റ്വർക്ക് റെയിൽവേസിൻ്റെ അവിടുത്തെ ടീം ലീഡർ. ഞങ്ങൾ ആദ്യം കാണുന്നൊരു 3.5 years മുന്നേ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കെയർ ഹോമിലാണ് എല്ലാവരും ഫസ്റ്റ് വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ കണ്ടതാണ്. ജസ്റ്റ് ഒരു കമ്പനി ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഒരു 1 year കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചുകൂടെ അടുത്തറിഞ്ഞത്. അവർ കുഴപ്പമുണ്ടായില്ല. എൻ്റെ ഒരു ഹാപ്പിനെസ് എങ്ങനെയാണ്, കംഫർട്ട് എങ്ങനെയാണെന്ന് നോക്കുകയുള്ളൂ. വേറെ ഇഷ്യൂസ് ഒന്നും. എൻ്റെ വീട്ടുകാർ കുറച്ചുകൂടെ ബ്രോഡ് മൈൻഡഡ് ആയതുകൊണ്ട് അവർ ഞാൻ ഹാപ്പി ആണെങ്കിൽ ദേ ആർ ഹാപ്പി. നാളെ കണ്ടായിരുന്നു അവർ വന്നപ്പോൾ തന്നെ. അപ്പോൾ കുറച്ച് അടുത്ത് വഴുകാൻ പറ്റിയപ്പോൾ അവർക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം മേ ബി അവർ ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ പോയി. ഇവന്റ് ചെയ്തത് ഡിവാൾഡി ഇവൻറ്റ്സ് ആണ്. വൈശാഖേട്ടൻ ചേട്ടനാണ് ഇവന്റ് മൊത്തം ചെയ്തിരിക്കുന്നത്. ചേട്ടൻ ഒന്ന് വരും. ഡിവാൾഡി ഇവൻറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവന്റ്. എൻ്റെ 3 ഫങ്ഷൻസും ചെയ്തത് ചേട്ടനാണ്. ഫുൾ എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് വരുമ്പോൾ കാണാം. ഫുൾ ചെയ്തത് ചേട്ടനാണ്. എന്തോ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ഇപ്പം എൻ്റെ 3 ഫങ്ഷൻ ഡിഫറെൻറ്റ് കോസ്റ്റ്യൂംസ് ആണ്. ഫസ്റ്റ് ഫങ്ഷൻ സംഗീതമായിരുന്നു. അതിൻ്റെ കോസ്റ്റ്യൂം ശ്വാസ എന്ന് പറഞ്ഞൊരു ഹൈദരാബാദിലൊരു കുട്ടികൾ, ഒരു 21-22 year old കുട്ടികൾ ചെയ്തിരിക്കുന്ന വർക്കാണ്. പക്ഷെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ട് കുട്ടികൾ തുടക്കത്തെ കുട്ടികളാണ്. പക്ഷെ അത് നന്നായിട്ട് ഇത് ചെയ്തു തന്നെയായിരുന്നു. പിന്നെ എൻ്റെ പിന്നെ മെഹന്തി ഫങ്ഷൻ വന്നത് നാട്ടിലത്തെ, അതായത് അവിടുത്തെ UK ഞാൻ ഇട്ടിരുന്ന വെഡ്ഡിങ് ഡ്രസ്സാണ് ഞാൻ ഇവിടെ മെഹന്തിക്ക് ഇട്ടായിരുന്നത്. കുറച്ച് ഡിഫറൻസ് ആക്കി മേക്കപ്പ് ചെയ്തേ ഉള്ളൂ. പിന്നെ വെഡ്ഡിങ് ചെയ്ത് നമ്മൾ ഷീമാട്ടിന്ന് എടുത്താണ്. ആളുടെ എല്ലാ കോസ്റ്റ്യൂംസും വന്ന് എൻവോഗ് എന്ന് പറഞ്ഞാൽ കടവന്ത്രയിൽ എൻവോഗ് ഉണ്ട്. അവിടെ നിന്നാണ് ഫുൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ എടുത്തിരിക്കുകയായിരുന്നു ചെയ്തത്. അമ്മയും ആൻറ്റിയും വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ കുറച്ച് ബിസി ആവേണ്ട വരാറുണ്ട്. അമ്മയും പിന്നെ അച്ഛൻ്റെ ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. എന്തോ ഹോള് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഹോളാണിത്. ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഹോൾ വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടവും കംഫർട്ടും കുറേ നാളത്തെ പരിചയവും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്നേറ്റ് തന്നെ ചൂസ് ചെയ്യും. നസീറിക്കയുടെ ഹോളാണ്. എന്തോ ഇന്നേറ്റ് കൺവെൻഷൻ സെൻറ്റർ പറമ്പ്. എന്തോ ഹണിമൂണില്ല. ഞങ്ങൾ ഓൾറെഡി 2 കല്യാണം കഴിഞ്ഞുകൊണ്ട് ബ്രോക്കാണ്. സോറി, ഹണിമൂണൊന്നുമില്ല. ഞങ്ങളല്ലാണ്ട് ഞങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതമാണ് ഞങ്ങൾക്ക് താല്പര്യം. ഹണിമൂൺ ആളുടെ നാട്ടിലേക്ക് പോവാനേ. ഞങ്ങൾ ഇനിയിപ്പോൾ ഞാൻ 24th പോകും. ആള് 19th പോകും. കുറച്ച് ഡു മലയാളം എന്താ? Namaskaram, Surumano, Surumane. How's the experience in Kerala? You're asking for New Malayalam? Yeah, Kerala's beautiful. Yeah, it's very tropical and very sunny, and the plants. It's all exotic, the nature here and stuff. Yeah, it's very beautiful, very hospitable and friendly. Like my family have been given the VIP treatment since we came. By Gayatри's family and the locals, so yeah, it's been a really wonderful experience this time and last time I came after the wedding in England. Sandosham. Thank you. What do you mostly like in Gayatri? The quality? She's funny, she's sweet, smiley. She's very caring. You know, she always wants to make sure I'm all right and wants to do what's best for both of us. And she's very beautiful. നിങ്ങൾ കഴിച്ചിട്ട് നടക്കുക. വന്നതിനൊക്കെ സന്തോഷം. അങ്ങനെയൊക്കെ ഉണ്ടാക്കി. എനിക്കാണ് കൂടുതലും ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. ഞാൻ ഉണ്ടാക്കി കൊടുത്ത് കഴിക്കൽ കുറവാണ്. എനിക്ക് ഉണ്ടാക്കി തരുന്നു, എനിക്കെല്ലാം ചെയ്തു തരുന്നു. അവരെയാണ് ഇവിടെ. എന്തോ ഇല്ല, ആള് വെജിറ്റേറിയൻ ആണ്. കുറച്ച് ഡിഫറെൻ്റ് ആണ്. ആള് വെജിറ്റേറിയൻ ആണ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഡിഫറെൻ്റ് ആണ് ആള്. കുറച്ച് ക്യാരക്ടറിലായാലും. എന്തോ യു ലൈക്ക് ദ സദ്യ? Yeah, it was lovely. ഇഷ്ടം. ആള് കാലിൽ വീണ സമയത്ത് ആള് ഞങ്ങൾ കണ്ടിട്ടായിരുന്നു. ആൾക്ക് ഇത് റിച്വൽസിനെ പറ്റിയൊക്കെ നല്ല ഐഡിയ ഉള്ളൊരു വ്യക്തിയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടേ ചെയ്യുള്ളൂ ആള്. അപ്പോൾ ഓൾറെഡി അറിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആള് ഈക്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പിന്നെ അറിയാണ്ട് ചെയ്തതായിരുന്നു.
എന്തോ അറിയാണ്ട് അല്ല അത് ആൾക്കറിയാം അതെന്ന് ഉദ്ദേശിച്ചത് ലൈക്ക് എന്താ റെസ്പെക്ട് കൊടുക്കുന്നതാണ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ റെസ്പെക്ട് കൊടുത്ത് സ്നേഹിച്ച് ചെയ്യുന്നതാണെന്ന് അറിയാം അപ്പം ചെയ്തതായിരിക്കാം. ഭാഗ്യല്ലേ ശരി പോട്ടെ. Thank you, sir.